നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദു കണ്ണങ്കര. പ്രധാന വാർത്തകൾ. ഓണവിപണിയിൽ ഇടപെടുവാൻ സർക്കാരിന് കഴിയുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇടപെടാൻ കഴിയാത്തതെന്ന് സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും. അടച്ചിട്ട 418 ബാറുകളിൽ നിലവാരമുള്ളവ തുറക്കുമെന്ന് ധനമന്ത്രി കെ.എം. മാണി. ഇത് സംബന്ധിച്ച് പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും കെ.എം. മാണി. റാന്നി അങ്ങാടി പേട്ട ഉപാസനക്കടവിൽ പുതിയ പാലത്തിന് സാധ്യത തെളിയുന്നു. പാലം നിർമ്മാണത്തിനായുള്ള പ്രാഥമിക പരിശോധന നടന്നു. റാന്നി പെരുന്നാട്ടിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുന്നു. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് രാജു എബ്രഹാം MLAയുടെ ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ അനുവദിച്ചു. വാർത്തകൾ വിശദമായി. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഓണവിപണിയിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നില്ല. ഓണത്തിന് ഇനി 3 ആഴ്ചകൾ മാത്രമാണുള്ളത്. ഈ സാഹചര്യത്തിൽ വിപണിയിൽ ഇടപെടുവാൻ ഹോർട്ടികോർപ്പും കൺസ്യൂമർ ഫെഡും മടിച്ചു നിൽക്കുകയാണ്. സപ്ലൈകോ 93 കോടിയും കൺസ്യൂമർ ഫെഡ് 60 കോടിയും ഹോർട്ടികോർപ്പ് 20 കോടിയുമാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. മന്ത്രിസഭ പലവട്ടം ഇക്കാര്യം ചർച്ച ചെയ്തുവെങ്കിലും ധനമന്ത്രി കെ.എം. മാണിയുടെ മൗനമാണ് വിപണിയിൽ ഇടപെടാൻ സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും ഹോർട്ടികോർപ്പും മടിച്ചു നിൽക്കുന്നത്. സപ്ലൈകോ ഇതിനോടകം തന്നെ ഓണച്ചന്തകൾ തുറന്നുവെങ്കിലും സർക്കാരിൽ നിന്നും ഫണ്ട് കിട്ടാത്തതിനാൽ ഏതു നിമിഷവും നിർത്തലാക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. BPL കുടുംബങ്ങൾക്ക് മാത്രം ഓണക്കിറ്റുകൾ വിതരണം ചെയ്യണമെങ്കിൽ 30 കോടി രൂപ വേണം. 404 കോടി രൂപ ഇപ്പോൾ തന്നെ സബ്സിഡി നൽകിയ ഇനത്തിൽ സപ്ലൈകോയ്ക്ക് സർക്കാരിൽ നിന്നും ലഭിക്കാനുണ്ട്. പുതിയ ഉത്തരവനുസരിച്ച് ഇനി 20% മുതൽ 30% വരെ സബ്സിഡി നൽകാനാവുകയുള്ളൂ. അടച്ചിട്ട 418 ബാറുകളിൽ നിലവാരമുള്ളവ തുറക്കുമെന്ന് ധനമന്ത്രി കെ.എം. മാണി അറിയിച്ചു. ഇതു സംബന്ധിച്ച് പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും കെ.എം. മാണി അറിയിച്ചു. ബാർ വിഷയത്തിൽ AGക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നും മാണി പറഞ്ഞു. കഴിഞ്ഞ ദിവസം BJP വേദിയിൽ PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞ കാര്യങ്ങൾ കുട്ടികളുടെ അഭിപ്രായമായി കണ്ടാൽ മതിയെന്നും മാണി പറഞ്ഞു. 2013 മുതൽ 5 സ്റ്റാർ ബാറുകൾ മാത്രമേ അനുമതി നൽകൂ എന്ന സർക്കാർ നയം കോടതിയെ ധരിപ്പിക്കുന്നതിനു പകരം ബാറുകൾ തുറന്നു പ്രവർത്തിപ്പിക്കുവാനുള്ള വിധി ചോദിച്ചു വാങ്ങാനുള്ള AGയുടെ ശ്രമം ദൗർഭാഗ്യകരമെന്നാണ് സുധീരൻ വിശേഷിപ്പിച്ചത്. ജ്ഞാനായ സ്റ്റുഡൻസ് അസോസിയേഷൻ റാന്നി മേഖലാ വാർഷികവും പഠന ശില്പശാലയും വീൽചെയർ വിതരണവും നടന്നു. ഇട്ടിപ്പാറ ജ്ഞാനായ സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ നടന്ന ശില്പശാലയ്ക്ക് ഫാദർ തോമസ് മലയശ്ശേരിയിൽ നേതൃത്വം നൽകി. അഭിയന്തര കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വീൽചെയറിന്റെ വിതരണോദ്ഘാടനം പഴവങ്ങാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജു വളഞ്ഞന്തുരുത്തിയിൽ നിർവഹിച്ചു. ഫാദർ കൊച്ചുമോൻ തോമസ് ഐക്കാട്ട് മാളേക്കൽ അധ്യക്ഷനായിരുന്നു. ഇടവേള. ചേക്കോട്ട് ഏജൻസീസ് ചാലിങ്കൽ ബിൽഡിംഗ് ഫെഡറൽ ബാങ്കിന് എതിർവശം പഴവങ്ങാടി റാന്നി. ബ്രാൻഡഡ് PC, അസംബിൾഡ് PC, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്സ്, പ്രിന്റേഴ്സ്, സ്കാനേഴ്സ്, മോഡംസ്, ചിപ്പ് ലെവലിംഗ്, CCTV ക്യാമറ, നെറ്റ്വർക്കിംഗ്, ലാപ്ടോപ്പ് തുടങ്ങിയവ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുവാൻ ചേക്കോട്ട് ഏജൻസീസ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസിംഗ്, പഴവങ്ങാടി, റാന്നി. ഫോൺ 04735 225056, 9946600080, 8943344044. കൂടുതൽ വിവരങ്ങൾക്ക് www.chekotagencies.com സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. റാന്നി അങ്ങാടി പേട്ട ഉപാസനക്കടവിൽ പുതിയ പാലം നിർമ്മിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു. നിർദ്ദിഷ്ട ബൈപ്പാസുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ പ്രാഥമിക പരിശോധന രാജു എബ്രഹാം MLAയുടെ നേതൃത്വത്തിൽ PWD നാഷണൽ ഹൈവേ വിഭാഗം നടത്തി. വലിയ പാലത്തിന് സമാന്തരമായി 132 മീറ്റർ നീളമുള്ള പാലമായിരിക്കും നിർമ്മിക്കുക. റാന്നിയുടെ ശാപമായി മാറിയ നിത്യഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാര മാർഗം തെളിയുന്നു. റാന്നി അങ്ങാടി പേട്ട ഉപാസനക്കടവിൽ പമ്പയാറിന് കുറുകെ നിർദ്ദിഷ്ട ബൈപ്പാസ് റോഡുമായി ബന്ധിപ്പിക്കുവാൻ പാലം നിർമ്മിക്കുവാനുള്ള സാധ്യതയാണ് തെളിഞ്ഞത്. ഇതു സംബന്ധിച്ചുള്ള പ്രാഥമിക പരിശോധനകൾ രാജു എബ്രഹാം MLAയുടെ നേതൃത്വത്തിൽ നടന്നു. PWD നാഷണൽ ഹൈവേ വിഭാഗം AE PB സജീവൻ, ഓവർസിയർ ശശിധരൻ എന്നിവരാണ് സ്ഥലപരിശോധനയ്ക്കായി എത്തിയത്. 132 അടി നീളമുള്ള പാലം വലിയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുവാനുള്ള പദ്ധതിക്കാണ് രൂപം നൽകുന്നതെന്ന് രാജു എബ്രഹാം MLA അറിയിച്ചു. ബൈപ്പാസുകളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പാലത്തിന്റെ പ്രപ്പോസൽ ഇപ്പോൾ ഗവൺമെന്റിന് മുമ്പാകെ വെച്ചിരിക്കുകയാണ്. 2 ബോട്ടിയെട്ടികളെ കണക്ട് ചെയ്ത് ഉപാസന കടവിലാണ് പുതിയ പാലത്തിന് വേണ്ടിയുള്ള
പ്രാഥമിക ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ബ്ലോക്ക് വടിയിൽ നിന്ന് ആരംഭിക്കുന്ന ബൈപ്പാസ് വന്നു കയറുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന് സമീപമുള്ള കടവിലാണ്. അവിടെ നിന്ന് ഉപാസന കടവിലേക്ക് 132 മീറ്റർ വീതിയുള്ള ഒരു പുതിയ പാലം, വലിയ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പേട്ട ഭാഗത്തേക്ക് മെയിൻ റോഡിൽ കൂടി വരുന്ന വാഹനങ്ങൾ മാമുക്ക് ടച്ച് ചെയ്യാതെ തന്നെ വെണ്ണിക്കുളം കോട്ടയം ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. വരുന്ന 50 വർഷങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണിതെന്നും 1 വർഷത്തിനുള്ളിൽ പ്രാഥമിക അനുവാദം ലഭിക്കുമെന്നും കരുതുന്നതായും MLA പറഞ്ഞു. വരുന്ന ഒരു 50 വർഷം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസന സാധ്യത. ഇപ്പം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഗവൺമെന്റിന്റെ പ്രാഥമിക അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ അതൊരു നടപടിയിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും വരുന്ന 1 വർഷക്കാലത്തിനുള്ളിൽ ഈ പ്രാഥമിക അംഗീകാരം ഈ പാലത്തിന്റെ കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിപിൻ മാത്യു, അഡ്വക്കേറ്റ് ബിന്ദു റെജി എന്നിവരും ശ്രീനി ശാസ്താംകോവിൽ തുടങ്ങിയവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, റാന്നി. കർക്കിടകത്തിന്റെ പ്രഭാത സന്ധ്യകൾക്ക് ഭക്തിസ്പർശം നൽകിയ രാമായണ മാസാചരണത്തിന് പരിസമാപ്തിയായി. കഴിഞ്ഞ 30 ദിനങ്ങളിൽ കേരളത്തിലെ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും കിളി പാടിയ ശീലുകളാൽ മുഖരിതമായിരുന്നു. കർക്കിടകത്തിന്റെ പ്രഭാത സന്ധ്യകൾക്ക് ഭക്തിസ്പർശം നൽകിയ രാമായണ മാസാചരണത്തിന് പരിസമാപ്തിയായി. കേരളത്തിലെ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ക്ഷേത്രങ്ങളിലും കഴിഞ്ഞ 30 ദിവസങ്ങളിലായി കിളി പാടിയ ശീലുകളാൽ മുഖരിതമായിരുന്നു. ജീവിതത്തിന്റെ അതിബൃഹത്തായ ശക്തിവിശേഷങ്ങളെപ്പറ്റി ഓരോ മനുഷ്യനെയും ഓർമ്മപ്പെടുത്തുന്ന ഇതിഹാസ സ്വഭാവമുള്ള ഒരു കൃതി. ആ ഇതിഹാസ പശ്ചാത്തലത്തിൽ നാടുണ്ട്, നഗരമുണ്ട്, പർവ്വതങ്ങളുണ്ട്, വനങ്ങളുണ്ട്, പുഴയുണ്ട്, തടാകങ്ങളുണ്ട്, സമുദ്രമുണ്ട്, വിശാലമായ വിജന ഭൂമികളുണ്ട്. അങ്ങനെ വിശ്വരംഗത്തിന്റെ ഒരു നേർക്കാഴ്ച തന്നെ രാമായണം നമുക്ക് കാട്ടിത്തരുന്നു. മനുഷ്യന്റെ ദൈവികവും ആസുരികവുമായ എല്ലാ ശക്തികളും പ്രഭാവങ്ങളും ഏതാനും മഹാവിഗ്രഹന്മാരിലൂടെ അനാവരണം ചെയ്തപ്പോൾ അത്യുത്കൃഷ്ടവും അതിവേലവുമായ മനുഷ്യ സ്വഭാവങ്ങളെല്ലാം അവയുടെ സൂക്ഷ്മഭാവങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് രാമായണത്തിലൂടെ. അധർമ്മത്തിന്റെ മധ്യത്തിലും ധർമ്മത്തിന്റെ കിരണസ്ഫുരണമുണ്ടെന്ന് രാമായണം നമ്മെ കാണിച്ചു തരുന്നു. ഭോഗത്തെ താഴ്ത്തി ത്യാഗത്തെയും തളരാത്ത ധർമ്മത്തെയും ഉപാസിക്കുമ്പോൾ മാത്രമാണ് ധർമ്മം വിജയിക്കുന്നതെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ധർമാഖ്യാനത്തിന് കാവ്യശോഭ നൽകിയ ഇതിഹാസത്തിന്റെ പൊരുളറിഞ്ഞ് ജീവിക്കുവാൻ ഈ രാമായണ മാസാചരണത്തിൽ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ ധന്യരായി. റാന്നി ശാലീശ്വരം ക്ഷേത്രത്തിൽ നടന്നു വന്ന രാമായണ മാസാചരണത്തിന് സമാപനമായി. മാതൃമണ്ഡലത്തിന്റെ നേതൃത്വത്തിലായിരുന്നു റാന്നി ശാലീശ്വരം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം നടന്നത്. പവിത്രാം ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാവരെയും ശുദ്ധമാക്കിയിടുന്നതും തൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായി അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധ്യമാദിത്യഹീനം നിത്യമൗവയം ഭജിച്ചിടുന്നേനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായുന്നതു വേദം യാതൊരു നാഭി തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നത് മഹാദേവൻ ചേതസ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ. രാമായണം എന്ന് പറയുമ്പോൾ നമ്മുടെ കാലങ്ങളനുസരിച്ചുള്ള എല്ലാ മറകളും നീക്കി വിശുദ്ധമായിട്ടുള്ള ക്രമീകരണത്തിന് ഋഷി പരമ്പരകളാൽ തന്നെ കൽപ്പിച്ച് നമുക്ക് തന്നിട്ടുള്ള മഹത്തായ ഒരു ഗ്രന്ഥമാണ് രാമായണം. അതിൻ്റെ പേരുകൊണ്ട് തന്നെ പ്രസക്തിയാണല്ലോ. രാമായണം, ഇരുട്ടുമായണം. അത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ ആണെങ്കിലും സാമൂഹ്യപരമായിട്ടുള്ള ഇരുട്ടിനെ ആണെങ്കിലും അകറ്റുവാൻ തക്കവണ്ണമുള്ള എല്ലാം രാമായണത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭക്തരെല്ലാം കൂടിയിരിക്കുന്ന ഈ ശ്രീരാമൻ്റെ ഒരു കർക്കിടമാസത്തിലെ ഒരു
വലിയ വിശേഷമായ ഒരു കാര്യങ്ങളാണ് ഈ കൂടിയിരിക്കുന്ന ഈ പ്രായമുള്ള എല്ലാവരും. അതിനെല്ലാവരും സന്തോഷമായിട്ട് കൂടുന്നു. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ രാമനാമം കൊണ്ട് എല്ലാം സന്തുഷ്ടമായി എല്ലാവരുടെയും മനസ്സ് ഏകമായിട്ട് വരാനാണ് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും ജാതിമതമില്ലാതെ കുഞ്ഞുകുട്ടികളും പ്രായമൊന്നും മതമില്ല, ഏതൊരു ജാതി ആര് വന്നെങ്കിലും ഇവിടെ എല്ലാവരുടെയും സ്വീകരണമാണ്. അത് ഈശ്വരനാമം ഈ ഭഗവാന്റെ മുന്നിൽ നടത്താൻ ഞങ്ങൾ വളരെയധികം ഭക്തിയോടെ ഞങ്ങൾ സന്തോഷമായിട്ട് ഇതെല്ലാം സ്വീകരിക്കുകയാണ്. ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ഏത് ജാതിയെന്നോ മതമെന്നോ ഇല്ല. ഭഗവാന്റെ അനുഗ്രഹം എല്ലായിടത്തും ഉണ്ടായി ഈ നന്മ എല്ലായിടത്തും പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വന്ന കാലയളവിൽ എല്ലാ വീടുകളിലും പരിസരങ്ങളിലും എല്ലാം വളരെ ദുഃഖങ്ങളാണ്. ഈ നാമങ്ങൾ ഉള്ളിടത്തോളം ഇതൊന്നും നമ്മുടെയൊക്കെ ഭവനിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള നാമത്തോടു കൂടി മാത്രമാണ് ഞങ്ങളിവിടെ ഇത് പ്രവർത്തിക്കുന്നത്. വരെ ഞങ്ങൾ ആചരിക്കുന്ന ഒരു കർമ്മമാണ് ഈ രാമായണ മാസം. ആ രാമായണം എല്ലാ ദിവസവും വന്ന് ഇവിടെ നിന്ന് ഭഗവാന്റെ മുന്നിലിരുന്ന് വായിച്ച് സംതൃപ്തി കൊണ്ടാണ് ഞങ്ങളെല്ലാവരും മടങ്ങിപ്പോകുന്നത്. ഈ രാമായണമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ വിഷം, ദുഷ്ടത എല്ലാം മാറി നല്ലത് വരണം എന്നുള്ള ഒരു കാര്യമാണ് രാമായണം എന്നുള്ളതിൻ്റെ അർത്ഥം. സിറ്റി ന്യൂസ്, റാന്നി. രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊറ്റനാട് ശാഖയുടെ രക്ഷാബന്ധൻ മഹോത്സവം 17-ാം തീയതി ഞായറാഴ്ച രാവിലെ 11:30 പ്രണമലക്കാവ് ദേവീക്ഷേത്രത്തിൽ വെച്ച് നടക്കും. റിട്ടയർഡ് DMO ഡോക്ടർ N. ദാമോദരൻ അധ്യക്ഷനായിരിക്കും. RSS ശബരിഗിരി ജില്ലാ സംഘചാലക് CP മോഹനചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. ഇടവേള. പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് മണലൂർ ഗാർഡൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തടിയൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും കേവലം 700 മീറ്റർ ദൂരത്തിൽ വീട് വയ്ക്കാൻ അനുയോജ്യമായ പ്ലോട്ടുകൾ വാസ്തുശാസ്ത്ര പ്രകാരം 10, 15, 20 സെന്റുകളായി തരംതിരിച്ചിരിക്കുന്നു. പ്ലോട്ടുകൾക്ക് നടുവിലൂടെയും ഇരുവശങ്ങളുടെയും ടാർ റോഡുകൾ, എല്ലായ്പ്പോഴും ശുദ്ധജല ലഭ്യത. മാർക്കറ്റ്, CBSE, എയ്ഡഡ് സ്കൂളുകൾ, വിവിധ ആരാധനാലയങ്ങൾ, ആശുപത്രി, ബാങ്കുകൾ എന്നിവ തൊട്ടടുത്ത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള വിശ്രമ സ്ഥലം പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്നു. വില്ലകൾ ആവശ്യമുള്ളവർക്ക് മണലൂർ ഗാർഡൻസ് അവരുടെ അഭിരുചിക്കൊത്തവണ്ണം നിർമ്മിച്ചു നൽകുന്നു. ഫോൺ മാത്യു മണലൂർ 9495128000, ജോൺസൺ മണലൂർ 9400128000. ഇമെയിൽ contact@manalurproperties.com. വാർത്തകൾ തുടരുന്നു. റാന്നി പെരുന്നാട്ടിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുന്നു. പുതിയതായി മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ രാജു എബ്രഹാം MLAയുടെ ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ അനുവദിച്ചു. റാന്നി പെരുന്നാട്ടിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചതായി രാജു എബ്രഹാം MLA അറിയിച്ചു. പെരുന്നാട് പഞ്ചായത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പെരുന്നാട് മിനി സിവിൽ സ്റ്റേഷന് ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. രണ്ടാം ഘട്ടമായി ഇനി 1 കോടി രൂപ കൂടി ഈ നിർമ്മാണ പ്രവർത്തനം അവസാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ നൽകുന്നതാണ്. MLA ഫണ്ടിൽ നിന്നാണ് ഈ പണം നൽകിയിരിക്കുന്നത്. പെരുന്നാട് പഞ്ചായത്ത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ശബരിമല വരെ നീണ്ടുകിടക്കുന്ന പഞ്ചായത്താണ്. പമ്പാവലി പ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. ഇവിടെ എത്തുന്ന ആളുകൾ അവർക്ക് സർക്കാർ ഓഫീസുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല പല ഭാഗങ്ങളിലാണ് പെരുന്നാട്ടിൽ തന്നെ ഈ സർക്കാർ ഓഫീസുകളെല്ലാം. മിനി സിവിൽ സ്റ്റേഷനായിരിക്കും പെരുന്നാട്ടിൽ നിർമ്മിക്കുക. ഇതിനായി MLA ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപയോളം അനുവദിച്ചതായി രാജു എബ്രഹാം MLA അറിയിച്ചു. റാന്നി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും ജനവാസ മേഖല കൂടിയാണ് പെരുന്നാട്. പെരുന്നാട്ടിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ സബ് ട്രഷറി, സബ് രജിസ്ട്രാർ ഓഫീസ്, ജനങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന 10ഓളം സർക്കാർ ഓഫീസുകൾ ഒരു കൂരയ്ക്കു കീഴിലാകും. സംസ്ഥാന ബഡ്ജറ്റിൽ ഇതിനായി തുക വകയിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടക്കാതെ വന്ന സാഹചര്യത്തിലാണ് MLA ഫണ്ടിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷന് ആവശ്യമായ തുക ഘട്ടം ഘട്ടമായി അനുവദിച്ചുകൊണ്ട് നിർമ്മാണം നടത്തുവാൻ തീരുമാനിച്ചത്. 3 നിലകളിലായി പണിയുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയുടെ വിസ്തീർണം 3328 സ്ക്വയർ മീറ്ററാണ്. സബ് ട്രഷറി, സബ് രജിസ്ട്രാർ ഓഫീസ്, സംയോജിത ശിശുക്ഷേമ ഓഫീസ്, പൊതുമരാമത്ത് വിഭാഗം, ലാഹ സെക്ഷൻ ഓഫീസ്, എക്സൈസ് ഓഫീസ്, കൃഷിഭവൻ എന്നിവ ഉൾപ്പെടെയുള്ള ഓഫീസുകളാവും പുതിയതായി നിർമ്മിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറുക.
സിറ്റി ന്യൂസ് റാന്നി. സർക്കാരിന്റെ മദ്യനയത്തിൽ പ്രായോഗിക ബുദ്ധിയല്ല സുബുദ്ധിയാണ് വേണ്ടതെന്ന് മലങ്കര യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂലോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. അയിരൂർ ചായൽ മർത്തോമ യുവജന സഖ്യത്തിന്റെയും മദ്യവർജന ബോധവൽക്കരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. ഗവൺമെന്റിന്റെ മദ്യനയത്തിൽ രൂക്ഷ വിമർശനവുമായി മലങ്കര യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂലോസ് മെത്രാപ്പൊലീത്ത. പ്രായോഗിക ബുദ്ധിയല്ല സുബുദ്ധിയാണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിസോസ്റ്റം തിരുമേനി ഒരു പ്രസംഗത്തിൽ ഒരിക്കൽ പറഞ്ഞു, ആ സമയത്ത് കേരളത്തിൽ ഒരു വലിയ വിവാദം നടക്കുന്ന കാലമാണ്. ഏതോ ഒരു വലിയ വികസന പദ്ധതി, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, അതിനെപ്പറ്റി വിവാദം ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോൾ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം പറഞ്ഞു, വികസനം വരണമെങ്കിൽ വിദേശ കമ്പനികളൊക്കെ ഇവിടെ വരണം, വിദേശികൾ ഇവിടെ വരണമെങ്കിൽ അവർക്ക് ബാറുകൾ ഉണ്ടാവണം, അവർക്ക് മദ്യപിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം, അതുകൊണ്ട് അവരെ ഓർത്ത് ഇവിടെ ബാറുകൾ ഉണ്ടാവണം, അവർ വന്നാലേ ഇവിടെ വികസനം വരികയുള്ളൂ എന്നൊക്കെ ആ സമയത്ത് നമ്മെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. അതിനെക്കുറിച്ച് വലിയ തിരുമേനി പറഞ്ഞു, മഹാത്മാഗാന്ധിജി നമ്മളോട് പറഞ്ഞത് വിദേശികൾ ഇവിടുന്ന് പോയാലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഭരണമൊക്കെ നമ്മളോട് പറയുന്നത് അവർ സായിപ്പന്മാരിങ്ങോട്ട് വന്നാലേ ഇവിടെ വികസിക്കുള്ളൂ, ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. അവർ വന്നാൽ മാത്രം പോരാ, അവർ വരണമെങ്കിൽ അവർക്ക് മദ്യം കൊടുക്കാനുള്ള സംവിധാനം കൂടി ഉണ്ടാക്കണം. അപ്പോൾ എന്ത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്? കഴിഞ്ഞ ദിവസം തിരുമേനിയെ കണ്ടപ്പോഴത്തേക്ക് ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ തിരുമേനി പറഞ്ഞു, തിരുമേനി കഴിഞ്ഞ ദിവസം VM സുധീരനെ വിളിച്ചു, ഫോണിൽ വിളിച്ചിട്ട് വലിയ തിരുമേനി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അങ്ങേക്ക് പ്രായോഗിക ബുദ്ധി ഇല്ല എന്നാണ് ഉമ്മൻചാണ്ടി സാർ പറയുന്നത്, വേറെ ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യം സുധീരൻ സാറിന് ഒരു പ്രയാസം തോന്നിയെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പ്രായോഗിക ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വലിയ തിരുമേനി പറഞ്ഞു, പ്രായോഗിക ബുദ്ധി ഇല്ല എന്ന് പലരും പറഞ്ഞുകൊണ്ട് സാറ് വിഷമിക്കേണ്ട, സാറിനുള്ളത് സുബുദ്ധിയാണ്, അത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചാൽ മതി എന്ന് അദ്ദേഹം ഒരു ഉപദേശം. സുബുദ്ധി ഉള്ളവരെയല്ല ഈ സമൂഹത്തിന് ഇന്ന് ആവശ്യം, പ്രായോഗിക ബുദ്ധി ഉള്ളവരെയാണ്. എന്താണ് പ്രായോഗിക ബുദ്ധി? ഇഷ്ടംപോലെ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാനും പാറമടകൾക്ക് ലൈസൻസ് കൊടുക്കാനും പ്രകൃതിയെ ചൂഷണം ചെയ്യാനും എല്ലാ ഗ്രാമത്തിലും എയർപോർട്ട് ഉണ്ടാക്കുവാനും ഒക്കെ ചിലർക്ക് പ്രായോഗിക ബുദ്ധിയാണ്. പ്രകൃതിയും മനുഷ്യനും നമ്മുടെ ദേശീയതയും സ്വാതന്ത്ര്യവും ഒന്നും ഭരിക്കപ്പെടുന്നത് അവർക്ക് വിഷയമല്ല. അതുകൊണ്ട് നമുക്ക് അത്തരം കുബുദ്ധിയുള്ളവരെ അല്ല ആവശ്യം, സുബുദ്ധിയുള്ള VM സുധീരന്മാരെയാണ് ഈ നാടിന് ആവശ്യമെന്ന് പരക്കെ ഉറക്കം പ്രഖ്യാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും. എനിക്ക് നിങ്ങളോട് ഈ ചെറുപ്പക്കാരോട് കൊച്ചുകൂട്ടുകാരോട് പറയാനുള്ളത്, ഉമ്മൻചാണ്ടി സാർ അടക്കം ഇടതു വലതു സർക്കാരുകളെല്ലാം പറയുന്നത് ഘട്ടം ഘട്ടമായിട്ട് ഈ പരിപാടി നിർത്തണമെന്ന്. എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങി? എന്നാ ഈ ഘട്ടം ഒന്ന് ആരംഭിക്കുക? ഘട്ടം ഘട്ടമായിട്ട് തീരണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഘട്ടം തുടങ്ങണ്ടേ? ആ ഒന്നാം ഘട്ടമായിട്ടാണ് 418 ബാർ കൂട്ടണമെന്ന് ഒരു സുധീരമായ തീരുമാനം KPCCയുടെ പ്രസിഡന്റ് എടുത്തത്. പക്ഷെ അതിനെ അട്ടിമറിക്കുവാനായിട്ട് ഇതുമാത്രം നീക്കങ്ങളാണ് നടക്കുന്നത്. അയിരൂർ ചായയിൽ മർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ചെറുകോൽപ്പുഴയിൽ നടത്തിയ മദ്യപാനത്തിനെതിരെയുള്ള ബോധവൽക്കരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ഗീവർഗീസ് മാർ കൂലോസ് മെത്രാപ്പൊലീത്ത. ചടങ്ങിൽ റവറന്റ് MC മാത്യു അധ്യക്ഷനായിരുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകുവാൻ കഴിയും. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിന്റെ സദാചാര മൂല്യം അതാണ് സാമൂഹ്യ തിന്മകൾക്കെതിരായ പ്രവർത്തിപ്പാനായിട്ട് ഗാന്ധിജിയെ ശക്തീകരിച്ചത്. അതുകൊണ്ട് ഇവിടെ കുറെ യുവതീ യുവാക്കൾ ഒന്നിച്ചു കൂടി അവരുടെ മൂല്യബോധം
നല്ല ഒരു അടിത്തറ അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് ഈ സമയത്ത് ആവർത്തിക്കാം. റവറന്റ് ഷിജു സാം, മുടിയത്തറ ഭാസ്കര പണിക്കർ, സാങ്കുട്ടി അയ്യക്കാവൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ് റാന്നി. തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ അഹോരാത്ര രാമായണ പാരായണം നടന്നു. പ്രസിഡന്റ് PN നീലകണ്ഠൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ TK ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ഇടവേള. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadasherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. വറുതികൾക്ക് വിട ചൊല്ലി ചിങ്ങപ്പൊൻപുലരി ആഗതമാകുന്നു. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. മറ്റൊരു മാസത്തിനും നൽകാത്ത സ്വീകാര്യതയാണ് മലയാളികൾ ചിങ്ങമാസത്തിന് നൽകുന്നത്. ചിങ്ങം മലയാളികൾക്കെല്ലാം സുപ്രധാനമാകുന്ന ഒന്നാണ് തിരുവോണം. ലോകത്ത് എവിടെയുള്ള മലയാളികളെ ഒന്നിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. വറുതികൾക്ക് വിടചൊല്ലി ചിങ്ങപ്പൊൻപുലരി ആഗതമാകുന്നു. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും സിറ്റി ടിവിയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ചിങ്ങമാസത്തെ എന്നും മലയാളികൾ ഐശ്വര്യത്തോടെ ചേർത്തു മാത്രമാണ് ചിന്തിക്കുന്നത്. ചിങ്ങം പിറക്കുമ്പോൾ പുതിയ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും ഇല്ലാത്ത മലയാളികൾ ചുരുക്കമാണ്. മറ്റൊരു മാസത്തിനും നൽകാത്ത സ്വീകരണമാണ് മലയാളി ചിങ്ങമാസത്തിന് നൽകുന്നത്. പണ്ടൊക്കെ വീടുകൾ ശുദ്ധിയാക്കിയിടും. മുറ്റത്തെയും തൊടികളിലെയും പുല്ലുകളും പടർപ്പുകളും ചെത്തി വൃത്തിയാക്കും. പഴയ ചൂല്, മുറം, കുട്ട, കലങ്ങൾ എന്നിവയൊക്കെ മാറ്റി പുത്തൻ വസ്തുക്കളെ വീട്ടിൽ പ്രവേശിപ്പിക്കും. കർഷക കുടുംബങ്ങൾക്ക് അന്നൊക്കെ ഉത്സവകാലം കൂടിയാണ് ചിങ്ങമാസം. കൊയ്ത്തും മെതിയൊക്കെയായി ആരവങ്ങൾ ഒടുങ്ങിയ നേരം ഇല്ലായിരുന്നു. പുന്നെല്ലുകൊണ്ട് പത്തായങ്ങൾ നിറയുന്ന കാലം. നാടൻ നേന്ത്രക്കായുടെയും ചേന, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയവയുടെയും ധാരാളിത്തം. ഇതെല്ലാം സ്വന്തം വീടുകളിൽ നട്ടുനനച്ച് വളർത്തിയവയായിരുന്നു. അതൊക്കെ അക്കാലത്തെ സമൃദ്ധമായ ചിങ്ങം. പക്ഷേ ഇന്നും നാം അന്യനാട്ടിലെ പച്ചക്കറികൾ കൊണ്ടായാലും ചിങ്ങത്തെ സമൃദ്ധമാക്കാറുണ്ട്. ചിങ്ങം മലയാളിക്കെല്ലാം സുപ്രധാനമാകുന്ന ഒന്നാണ് തിരുവോണം. ലോകത്ത് എവിടെയുമുള്ള മലയാളികളെ ഒന്നിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അത്. എല്ലാം കൊണ്ടും മലയാളിയുടെ ജീവിതം നിറസമ്പന്നവും ആഘോഷഭരിതവുമായിരുന്നു ഓണക്കാലം. എന്നാൽ ചിങ്ങം 1 കേരളത്തിന്റെ ആണ്ടുപിറവി ദിവസമായി എല്ലായിടത്തും ഒരുപോലെ കരുതിയിരുന്നില്ല. തെക്കൻ കേരളത്തിൽ ചിങ്ങം 1 ആണ്ടുപിറപ്പായി കരുതിയിരുന്നുവെങ്കിൽ മലബാർ മേഖലകളിൽ കന്നി 1 ആണ്ടുപിറപ്പായി കരുതിയിരുന്നത്. എന്നാൽ അതിനു മാറ്റം വരുത്തി കേരളത്തിന് പൊതുവെ ആണ്ടുപിറവി ദിനമായി ചിങ്ങം 1 ആചരിക്കുവാൻ കൊല്ലവർഷത്തിന്റെ കാലക്രമത്തിൽ മാറ്റങ്ങൾ കണക്കാക്കിക്കൊണ്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയത് ശങ്കരാചാര്യരാണെന്നാണ് പറയപ്പെടുന്നത്. കാര്യങ്ങൾ എങ്ങനെയായാലും ശരി, ഇന്ന് മലയാളിയുടേതെന്ന് പറയാൻ ബാക്കി എന്തുണ്ട് നമുക്ക്? ചിങ്ങമാസം 1-ാം തീയതി മാത്രം കാണിക്കുന്ന വേഷം കെട്ടലായി നമ്മുടെ മലയാളിത്തം സ്വയം നാണം കെട്ടുകയല്ലേ? മദ്യമില്ലാതെ മലയാളിക്ക് എന്താഘോഷം എന്ന നില വരെ എത്തിയിരിക്കുകയാണ്. പരിദേവനങ്ങളുടെ കാര്യം പറഞ്ഞ് വരുന്ന ആ നല്ല മാസത്തിന്റെ ശോഭ കെടുത്തുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു പോയെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടുമല്ല. പക്ഷേ നമുക്ക് ശ്രമിക്കാം. നമുക്ക് കഴിയുന്ന വിധത്തിൽ ഐശ്വര്യം നിറയുന്ന നാളുകളിലേക്ക് ഈ പുതുവർഷം നമ്മെ നയിക്കട്ടെ. സിറ്റി ന്യൂസ് റാന്നി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സ്കൂൾ സംരക്ഷണ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വട്ടാർക്കയം ഗവൺമെന്റ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ചിന്നമ്മ തോമസ് പതാക ഉയർത്തി. ഡോക്ടർ N വിനോദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി.
വിവിധ കലാപരിപാടികൾ, 100ഓളം കുട്ടികൾ പങ്കെടുത്ത ചിത്രരചനാ മത്സരം എന്നിവയും നടന്നു. മക്കപ്പുഴ സർവോദയ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ 68ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സംഘം സെക്രട്ടറി MG മോഹൻ അമ്പാടി പതാക ഉയർത്തി. KA സതീഷ്, OS മാത്യു, CP കൃഷ്ണൻ, D ഗോപി, ജേക്കബ് തോമസ്, TG സജി തുടങ്ങിയവർ പ്രസംഗിച്ചു. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് ഗ്രാമസഭ 17ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4-ന് മന്ദമരുതി ലൈബ്രറി ഹാളിൽ നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ചിന്നമ്മ തോമസ് അറിയിക്കുന്നു. നഷ്ടപ്പെട്ടു. റാന്നിയിൽ വെച്ച് കഴിഞ്ഞ ബുധനാഴ്ച വിലപ്പെട്ട രേഖകൾ, ഡ്രൈവിംഗ് ലൈസൻസ്, ATM കാർഡ്, രൂപ എന്നിവയടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ 9847863627 എന്ന നമ്പറിൽ ബന്ധപ്പെടാൻ താൽപര്യപ്പെടുന്നു. നിര്യാതരായി. റാന്നി തെക്കേപ്പുറം കോട്ടയ്ക്കാമണിൽ CT വർഗീസ് നിര്യാതനായി. 98 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. റാന്നി വയലത്തല ചക്കാലക്കുഴിയിൽ പുത്തൻ വീട്ടിൽ KP തോമസിന്റെ മോനിച്ചൻ ഭാര്യ അമ്മുക്കുട്ടി തോമസ് അമ്മു നിര്യാതയായി. 55 വയസ്സായിരുന്നു. സംസ്കാരം 20/8/2014 ബുധനാഴ്ച രാവിലെ 9:30 വീട്ടിലെ ശുശ്രൂഷകൾക്കു ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് വയലത്തല കുടിലിമുക്ക് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ. ജിജി, ജോജു എന്നിവർ മക്കളാണ്. റാന്നി വെട്ടിമൂട്ടിൽ VK കുര്യൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം 19-ാം തീയതി ചൊവ്വാഴ്ച 3-ന് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ. ഭാര്യ വലിയകുളം ചൊള്ളനാൽ പുത്തൻപുരയിൽ തങ്കമ്മയാണ്. സുജ, സുനു, തോമസ് കുട്ടി എന്നിവർ മക്കളും. അലക്സാണ്ടർ വളയനാട്ട് കൊലമ്പറമ്പിൽ, ആനി മുരിക്കേത്ത്, സജിനി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണവിപണിയിൽ ഇടപെടുവാൻ സർക്കാരിന് കഴിയുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇടപെടാൻ കഴിയാത്തതെന്ന് സപ്ലൈകോയും കൺസ്യൂമർ ഫെഡും. അടച്ചിട്ട 418 ബാറുകളിൽ നിലവാരമുള്ളവ തുറക്കുമെന്ന് ധനമന്ത്രി KM മാണി. ഇത് സംബന്ധിച്ച് പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും KM മാണി. റാന്നി അങ്ങാടി പേട്ട ഉപാസനക്കടവിൽ പുതിയ പാലത്തിന് സാധ്യത തെളിയുന്നു. പാലം നിർമ്മാണത്തിനായുള്ള പ്രാഥമിക പരിശോധന നടന്നു. റാന്നി പെരുന്നാട്ടിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുന്നു. സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് രാജു എബ്രഹാം MLAയുടെ ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ അനുവദിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.